പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കണ്ണാടിത്തീരത്തെ ചങ്ങാതിമാർ എന്ന കഥ കേൾക്കൂ. ചെന്നല്ലേരിക്കാട്ടിലെ തെളിനീർ തടാകത്തിന് ചുറ്റുമാണ് ചിങ്കുമാനും കൂട്ടുകാരും പാർത്തിരുന്നത്. കണ്ണാടി പോലെ തെളിഞ്ഞ തടാകത്തിലെ വെള്ളം കുടിച്ച് ചെന്നല്ലേരിക്കുന്നിലെ ഇളം പുല്ലും തിന്ന് സുഖമായി കഴിയുമ്പോഴുണ്ട് ഒരു ദിവസം കണ്ണാടി തടാകം ആരോ കലക്കിയിരിക്കുന്നു. തടാകത്തിലിറങ്ങി ചെളിയാക്കിയത് പോരാ, ചുറ്റും മലമൂത്ര വിസർജനവും ചെയ്തിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്! ലക്ഷണം കണ്ടിട്ട് കുറുക്കന്മാരാവാൻ സാധ്യതയുണ്ട്. ദാ കാൽപ്പാടുകൾ കണ്ടില്ലേ? ചിങ്കു സംശയം പ്രകടിപ്പിച്ചു. അതെ, കുറുക്കന്മാർ തന്നെയാ. ബീലും മുയലും അത് ശരിവച്ചു. ഇതിലെന്തോ ചതിയുണ്ട്, ലല്ലുമാൻ പറഞ്ഞു. ശരിയാണ്, നമ്മൾ ഇവിടം വിട്ട് ദൂരെയുള്ള അരുവിയിലേക്ക് പോകാനുള്ള സൂത്രമാണ്. അവിടെയാകുമ്പോൾ ഒളിച്ചിരുന്ന് നമ്മളെ പിടിക്കാൻ എളുപ്പമാണ്, മോലുമുയൽ പറഞ്ഞു. എങ്കിലിത് സൂത്രം കുറുക്കൻ്റെ ബുദ്ധി തന്നെ. ചിങ്കുവിന് സംശയമില്ല, നമ്മളെ സൂത്രത്തിൽ കെണിയിലാക്കാനുള്ള സൂത്രവിദ്യ. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ തടാകം മലിനമാക്കിയിരിക്കുന്നു. അടുത്ത ദിവസം ചങ്ങാതിമാർ കൂട്ടത്തോടെ അരുവി ലക്ഷ്യമാക്കി നീങ്ങി. ഓരോരുത്തരായി അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനിറങ്ങി. പെട്ടെന്ന് മുയൽക്കുട്ടന് നേരെ ഒരു വലിയ രൂപം പാഞ്ഞെടുത്തു. അയ്യോ, സൂത്രൻ! ലല്ലുവിന് നേരെ വന്നത് ചീരൻ കുറുക്കനായിരുന്നു. ധും ഛോ ഠോ ധോ! സൂത്രൻ പന്ത് പോലെ ദൂരെ തെറിച്ചു വീണു. തൊട്ടുപുറകെ ചീരനും. ഉറക്കെ ഒരു ചിഹ്നം വിളി കേട്ടു. മണ്ടന്മാരെ, മാനുകളും മുയലുകളും മാത്രമല്ല, ഞങ്ങളും ദിവസവും വെള്ളം കുടിക്കുന്ന കണ്ണാടിത്തടാകം വൃത്തികേടാക്കി ഈ സാധുക്കളെ ചതിക്കാമെന്ന് കരുതിയല്ലേ? നിങ്ങളെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. ഇനി ഈ പ്രദേശത്തെങ്ങാനും കണ്ടുപോകരുത്. ചതിയന്മാരെ ഓടിച്ചുവിട്ട ആനച്ചേട്ടൻ്റെ വാക്കുകൾ കേട്ട് ചങ്ങാതിമാർ തുള്ളിച്ചാടി. അവർ ചുറ്റും കൂടി നിന്ന് ജയ് വിളിച്ചപ്പോൾ ആനച്ചേട്ടൻ നാണത്തോടെ കണ്ണിറുക്കി.